ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ ഹെഡ്കോയിൽ നിന്ന് വായ്പയെടുക്കുന്നതിനും പ്രതിസന്ധി. ലൈഫിന് വേണ്ടിയെടുക്കുന്ന വായ്പ പൊതുകട പരിധിയിൽ വരുമോ എന്ന ആശങ്കയിൽ സർക്കാരിന്റെ തീരുമാനം വൈകുകയാണ്. 700 കോടി അടിയന്തരമായി കണ്ടെത്താതെ ഈ വർഷം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട വീടുകൾക്ക് പണം നൽകാനാകില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ സർക്കാർ 4 ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതിൽ 1 ലക്ഷം രൂപ സംസ്ഥാന പ്ലാനും 80,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ്. ബാക്കി വരുന്ന 2,20,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പയായാണ് സമാഹരിക്കുന്നത്. ബാങ്കിങ്ങേതര ധനകാര്യ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പാ വിഹിതമായി 700 കോടി രൂപയെങ്കിലും ഉടനടി കണ്ടെത്തിയേ മതിയാകൂ. എന്നാൽ വായ്പ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം വൈകുകയാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് തീരുമാനം വൈകാൻ കാരണം. ഡിസംബർ കഴിഞ്ഞ് തീരുമാനം വരാൻ സാധ്യതയുള്ളൂ. അതുവരെ ലൈഫ് പദ്ധതിയുടെ വിഹിതം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതും വൈകും. ഭൂമിയുള്ളതും എന്നാൽ വീടില്ലാത്തതുമായ ആളുകൾക്ക് വീട് നൽകുന്നതിനും വായ്പ എടുക്കേണ്ടതുണ്ട്. 2.71 ലക്ഷം പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 5,967 കോടി രൂപ വായ്പ എടുക്കേണ്ടി വരുമെന്നാണ് ലൈഫ് മിഷന്റെ കണക്ക്. ഇക്കാര്യത്തിലും സർക്കാരിന്റെ തീരുമാനം നീളുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വായ്പയുടെ പലിശ തിരിച്ചടവിനെയും ബാധിക്കുന്നുണ്ട്. ധനവകുപ്പിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് ലഭിക്കാത്തതാണ് കാരണം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ച ശേഷമാണ് ഇത്തവണ പലിശ തിരിച്ചടവിന് ക്ലിയറൻസ് ലഭിച്ചത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.